പഴനിയിലെത്തുന്ന സുഭദ്രയും കാവടിയുടെ സുഹൃത്തിന്റെ മകളായ മയിലമ്മയെ കാണുന്നു. അച്ഛൻ നഷ്ടപ്പെട്ട മയിലിനെ വയലോരം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. മയിലിന്റെ വരവിൽ ഇന്ദുവിനും മതികലയ്ക്കും സംശയം. കാവടിയുടെ നിർബന്ധത്തിന് വഴങ്ങി കുട്ടിമണിയെ തിരികെ കൊണ്ടുവരാൻ മനസ്സിനും സമ്മതിക്കുന്നു. മയിലിന്റെ വരവിന് പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ടെന്ന സംശയവുമായി മതികല. വയലോരം വീട്ടിൽ തിരിച്ചെത്തുന്ന കുട്ടിമണിക്ക് കൂട്ടാകുന്ന മയിലമ്മ കുട്ടിമണിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്ന് ഇന്ദുബാല ബാലനോട് പറയുന്നു. കുട്ടിമണി പ്രസവിക്കുന്നത് അപകടമാണെന്ന് ഡോക്ടർ മനസ്സിനോട് പറയുന്നു. കുഞ്ഞുടുപ്പ് കൊടുത്ത് കുട്ടിമണിയെ കയ്യിലെടുക്കാൻ മതികല ശ്രമിക്കുന്നു. കുഞ്ഞുമണിയെ ദൈവത്തിന് തിരികെ കൊടുക്കാമെന്ന് പറയുന്ന ശാരദയെ കൊല്ലുമെന്ന് കുട്ടിമണി ഭീഷണിപ്പെടുത്തുന്നു. ശാരദ കൊടുക്കുന്ന ഭക്ഷണം കുട്ടിമണി കഴിക്കാൻ തയ്യാറാകുന്നില്ല. വയലോരം വീട്ടിൽ എല്ലാവരും ശത്രുക്കളാണെന്ന് മതികല കുട്ടിമണിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇന്ദുവിന്റെയും മതികലയുടെയും ഭീഷണി മയിൽ വകവയ്ക്കുന്നില്ല. കുട്ടിമണിക്ക് മുന്നിൽ നിസ്സഹായായ ശാരദയ്ക്ക് കുട്ടിമണി പ്രസവിക്കട്ടെ എന്ന മയിലിന്റെ വാക്കുകൾ ആശ്വാസമാകുന്നു. കുഞ്ഞുമണിയെ ഉപദ്രവിക്കില്ല എന്ന് ശാരദ അസ്ഥിത്തറയ്ക്ക് മുന്നിൽ വെച്ച് കുട്ടിമണിയോട് സത്യം ചെയ്യുന്നു. കുട്ടിമണിയെ സൂക്ഷിക്കണമെന്ന് ശാരദയോട് സുഭദ്ര. കുട്ടിമണിയെ കൊല്ലാനായി ശിവയെ മതികല ഏർപ്പെടുത്തുന്നു. മാഡം, ഞാനെത്തി. കുട്ടിമണിയെ കൊല്ലാൻ ശിവ ശ്രമിക്കുന്നത് കണ്ടുണരുന്ന ശാരദ കൊല്ലപ്പെടുന്നു. മതികല കൊലപാതക കുറ്റം കുട്ടിമണിയിൽ ആരോപിക്കുന്നു. മനസ്സിലുള്ളത് പോലെ ചോദിക്കുന്നവനാ ഈ മനസ്സിജൻ. നീ പറടാ. നിനക്ക് കുഴൽപ്പണത്തിന്റെ എന്തോ ഇടപാടില്ലേ? നീ എന്തിനാണ് ചിരിക്കുന്നേ? എന്റെ പൊന്ന് മനസ്സിജ, നിന്റെ ചോദ്യം കേട്ട ചിരിക്കാതെ. എടാ, കുഴൽപ്പണത്തിന്റെ ഏർപ്പാടൊക്കെ പണ്ടേ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിർത്തിയതല്ലേ? രണ്ടുപേരും കൂടി ഒരുമിച്ച് നിർത്തിയൊന്നും പറയണ്ട. ഞാൻ തുടങ്ങിയിട്ടില്ലായിരുന്നല്ലോ. പിന്നെ നിനക്ക് കൂട്ടുവന്നു 1-2 തവണ. പക്ഷേ എനിക്കിപ്പോ ഡൗട്ടുണ്ട്, നീ പഴയ ബിസിനസ് കുറച്ചുകൂടി ഭംഗിയായിട്ട് നടത്തുന്നുണ്ടോ എന്ന്. ഇല്ലടാ, സത്യമായിട്ടുമില്ല. എനിക്കങ്ങനെ കുഴൽപ്പണത്തിന്റെ ബിസിനസ്സോ കള്ളക്കടത്തും പരിപാടിയോ ഒന്നുമില്ല. ഞാനിപ്പം മാന്യമായിട്ട് അല്പം വസ്തു കച്ചവടമൊക്കെ നടത്തി ജീവിക്കുന്നു. അതിനിടയിൽ കുഴൽപ്പണത്തിന്റെ ഇടപാടൊന്നുമില്ല. അല്ല, രാത്രിയിലുള്ള നിന്റെ ഈ യാത്ര കണ്ട് ഞാൻ ചോദിച്ചതാ. ഇല്ലടാ, സത്യം. ശരിയടാ, എനിക്ക് നിൽക്കാൻ നേരമില്ല. രാത്രി മുഴുവൻ വണ്ടി ഓടിക്കേണ്ടതാ. നാളെ ഉച്ചയാവുമ്പോഴേ തിരിച്ചു വരുള്ളൂ. ശരിയെന്നാ. ശരി സിജ. ശിവ, എന്താടാ? ചെറിയ ചെറിയ തെറ്റിന്റെ വഴികളിൽ നിന്ന് ഒരുമിച്ച് തിരിച്ചു കടന്നവരാ നമ്മൾ. വീണ്ടും ആ വഴിയിലേക്ക് തിരിച്ചു പോകരുത്. കാരണം നീ എന്നും എന്റെ കൂട്ടുകാരനായിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാ. അപ്പൊ ഞാൻ തെറ്റ് ചെയ്താ നീ വിട്ടുകളയെന്നാണോടാ? അങ്ങനെ വിട്ടുകളയാൻ പറ്റൂടാ നിനക്ക്? അങ്ങനെ നീ എന്നെ വിട്ടാ നിന്നെയും കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ, കേട്ടോടാ. പഴയ തെറ്റുകളിലേക്ക് നീ തിരിച്ചു പോകരുത്. അതുകൊണ്ട് പറഞ്ഞതാ. ഇല്ലടാ, അതങ്ങനെ തന്നെ. ശരിയെന്നാ. ശരി. മുടി വല്ലാതെ ഊരിപ്പോന്നുണ്ടമ്മേ. ഇനിയിപ്പോ അത് കൂടും. ഞാൻ ആ വൈദ്യശാലയിലെ രമണിയോട് പറഞ്ഞിട്ടുണ്ട് നല്ല ഇത്തിരി എണ്ണ കാച്ചി തരാൻ. എന്റെ അമ്മ അത് ഇവിടെ ചെയ്താ പോരെ? നല്ല ചെമ്പരത്തിപ്പൂ പറിച്ചിട്ടങ്ങ് എണ്ണ കാച്ച്. ചെയ്യാം. അല്ല, ഞാൻ വല്യണ്ണന്റെ കാര്യം ഓർക്കുമായിരുന്നു. ഇന്നലെ വരാന്നും പറഞ്ഞു പോയതാ. എന്റെ അമ്മാമ്മ അങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ. അവിടെ സതിയുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ഭാവം മാറിക്കാണും. ഇനി അവിടെ നടക്കുന്ന കല്യാണത്തിന് കൂടെ കാരണവര് ചമഞ്ഞിട്ടേ അമ്മാമ്മ ഇങ്ങി വരുവുള്ളൂ. നോക്കിക്കോ. അപ്പ 2 ആഴ്ച പിടിക്കും. നീ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാ എനിക്കൊരാദി. ഒരാൺതുണയില്ലാത്ത വീടല്ലയോ ഇത്? എന്റെ അമ്മ അതൊന്നും ഓർത്ത് പേടിക്കണ്ട. ആൺതുണയില്ലാത്ത ഒരുപാട് വീടുകൾ ഈ നാട്ടിലുണ്ട്. അവരൊക്കെ ജീവിക്കുന്നില്ലേ? ഗർഭിണിയായ ഒരു മകളെ ഓർത്ത് അമ്മയ്ക്ക് അങ്ങനെ ആശ്വസിക്കാൻ പറ്റുമോ? ഗർഭം ഗർഭം ഗർഭം. എല്ലാവരുടെയും പറച്ചിൽ കേട്ടാ തോന്നും ഗർഭം ഏതാണ്ട് രോഗാവസ്ഥയാണെന്ന്. എന്റെ സത്യം പറഞ്ഞ ഒരു പെണ്ണ് കുറച്ചുകൂടി ശക്തിയാവുന്നത് ഗർഭിണിയാകുമ്പോഴല്ലേ? അവൾക്ക് ഒരു പുതിയ ശക്തി ഉണ്ടാകുമല്ലേ? അപ്പോ അവളുടെ കൂട്ടിന് പുതിയൊരാളുകൂടി എത്തുകയല്ലേ? ജീവിതത്തിന് ഒരു പുതിയ പ്രതീക്ഷയും അർത്ഥവും ഒക്കെ ഉണ്ടാകുകയല്ലേ? നിന്നെപ്പോലെ ഇങ്ങനെ വലിയ രീതിയിൽ ചിന്തിക്കാനൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ വലിയ ചിന്തകളൊന്നും അല്ല, ചില സത്യങ്ങളാ. ചിന്തിച്ചു നോക്ക്, അപ്പൊ അമ്മയ്ക്കും അത് മനസ്സിലാവും. 10-22 കൊല്ലം മുമ്പ് അച്ഛൻ മരിച്ചപ്പോ പിന്നീട് അങ്ങോട്ട് അമ്മയെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് ഞാനല്ലായിരുന്നോ?
അതേ പ്രതീക്ഷയുടെ കൈ പിടിച്ച സീത ഇപ്പൊ നിൽക്കുന്നത്. നമ്മുടെ ഈ വീട്ടിലേക്ക് കുറച്ചു നാൾ കഴിയുമ്പോ പുതിയൊരാളെത്തും. മോനോ മോളോ ആരും ആയിക്കോട്ടെ. ആ കണ്ണുകൾക്കുള്ളിലാ പിന്നെ എന്റെ ലോകം. കുഞ്ഞിനൊരച്ഛൻ വേണ്ടേ മോളെ? സ്കൂളിൽ ചേർക്കുമ്പം അപേക്ഷാ ഫോറത്തിന്റെ കോളം പൂരിപ്പിക്കാനാണോ? അത് വയലോരം വീട്ടിലെ ബാലചന്ദ്രൻ എന്ന് തന്നെ വെക്കും. എന്റെ തലയുടെ സത്യം എനിക്കറിയാലോ. അത് ഞാൻ മാത്രം അറിഞ്ഞാ മതിയല്ലോ. ബാലൻ, അവന്റെ പേര് കേൾക്കുമ്പോഴേ വിറഞ്ഞു വരും എനിക്ക്. നീ അവന്റെ പേര് പറഞ്ഞാലും അവൻ നിഷേധിച്ച കുഞ്ഞിന്റെ മുഖത്ത് നോക്കി നിഷേധിക്കാൻ പറ്റുമോ നോക്കാം. തല തണുക്കെ വെള്ളം ഒഴിച്ചൊന്ന് കുളിക്കണം. ഇന്നലെ രാത്രി ഉറങ്ങാനേ പറ്റിയില്ല. ഞാൻ കണ്ടായിരുന്നു നീ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത്. വല്ല അസ്വസ്ഥതയാണോന്ന് കരുതി ഞാനിങ്ങ് പേടിച്ചും പോയി. എന്തൊക്കെയോ ദുസ്വപ്നങ്ങൾ കണ്ടു. ഒരു കറുത്ത നായിട്ട് ഓടിക്കുന്നത്, നടുക്കടലിലേക്ക് വീഴുന്നത്. സമയദോഷമാ. ഞാനേ അമ്പലത്തിൽ നിന്നൊരു ചരടി ജപിച്ച് കെട്ടിത്തരാം. വയലോരം വീട്ടിലെ അമ്മയും കണ്ടു. അമ്മ ഒറ്റയ്ക്കിരുന്ന് കരയുന്നത്. കുട്ടിമണിയെയും കണ്ടു. അത് നീ അവരെ ഓർത്ത് കിടന്നിട്ടാ മോളെ. അമ്മയെ എനിക്കൊന്ന് കാണണമെന്നുണ്ട്, കുട്ടിമണിയെ. എന്തിനാ അങ്ങോട്ട് പോയി ആ വൃത്തികെട്ടവന്റെ മോന്ത കാണാനാ? അല്ലാതെ എവിടെ വെച്ച് കാണാനാ? സിജിനെ ഒന്ന് വിളിക്കാം. അമ്മയെ വൈദ്യശാലയിലേക്ക് വല്ലതും കൊണ്ടുപോവാണെന്ന് പറഞ്ഞ് ഒന്ന് വീടിന്റെ പുറത്തെത്തിക്കാൻ. അല്ലെങ്കിൽ കുട്ടിമണിയെ ചെക്കപ്പിന് കൊണ്ടുപോവാണെന്ന് പറഞ്ഞ് അമ്മയെ ഒപ്പം കൂട്ടാൻ പറയാം. അതെന്തെങ്കിലും ചെയ്യാം. തൽക്കാലം നീ പോയി കുളിക്ക്. അതെ, രാവിലെ ഇഡ്ഡലി കേട്ടോ. നീയല്ലേ പറഞ്ഞത് പൂവരശിന്റെ ഇലയിൽ വെച്ച് ഇഡ്ഡലി വേണമെന്ന്? അതങ്ങനെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പറച്ചിലേ ഉള്ളൂ, നീ കഴിക്കത്തില്ലെന്ന് എനിക്കറിയത്തില്ലേ? സീതമോളെ, കുളി കഴിഞ്ഞ് ഇറങ്ങിയാലുടൻ നിറുകയിൽ ഇച്ചിരി രാസനാദിപ്പൊടി ഇട്ടോളണേ. ശരി, ചെയ്തോളാം അമ്മേ. നീ ചെയ്യത്തൊന്നുമില്ലെന്ന് എനിക്കറിയാം. കുളിച്ചിറങ്ങുമ്പോ എന്നെ വിളിച്ചാ മതി, ഞാൻ വന്ന് ചെയ്തോളാം. അവൾ എല്ലാവരുടെയും കാര്യം ചെയ്യും, സ്വന്തം കാര്യം മാത്രം മറന്നു പോവുകയും ചെയ്യും. പൂക്കോടി, അല്ല, ആരിത് പ്രസിഡന്റോ? എന്നതാ പ്രസിഡന്റ് രാവിലെ തന്നെ? അത് പൂക്കോടി ഇവിടെ ഇല്ലയോ വനജാമി? വല്യണ്ണം മിനിഞ്ഞാന്ന് വീട്ടിലേക്ക് പോയതാ. മൂത്ത മോളില്ലയോ സതി, അവളുടെ വീട്ടിലാ പോയത്. അവിടെ എന്തൊക്കെയോ ചടങ്ങ്, അത് കഴിഞ്ഞേ വരൂ. കഷ്ടായല്ലോ. എന്നതാ പ്രസിഡന്റ് കാര്യം? ആ പ്രസിഡന്റ് പറയേ, ഞാനിവിടെ ഇങ്ങനെ നിൽക്കുവല്ലേ. അതല്ല വനജാമേ, ഒരു പ്രശ്നം. അയ്യോ, പ്രശ്നോ? എന്നാ പ്രശ്നം? പിന്നെ എന്റെ പെങ്കൊച്ചിനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും വേണ്ടാതിനെ പറയുകയോ പോസ്റ്റർ എഴുതി ഒട്ടിക്കോ മറ്റോ ചെയ്തോ? അതിന് മനസ്സിനും കുട്ടിമണി ഇവിടെ അല്ലല്ലോ താമസം, അവിടെ ആ വയലോരത്ത് തന്നെയല്ലേ. പിന്നെന്താ? അതൊന്നും അല്ല വനജാമേ കാര്യം. പിന്നെ എന്താ? പ്രസിഡന്റ് കാര്യമൊന്ന് പറയുന്നതല്ലാതെ ഒന്നും പറയുന്നില്ലല്ലോ. അത് പിന്നെ വയലോരം വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിക്കോ മറ്റോ ചെയ്തു? ഇല്ല. എന്താ? അല്ല, വിളിച്ചിട്ടില്ലെന്ന് വനജാമയുടെ ഈ നിൽപ്പ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. എന്നതാ പ്രസിഡന്റ്, വയലോരം വീട്ടിൽ എന്നതാ വിശേഷം? വിശേഷം അത്ര നല്ലതല്ല. വയറ്റുകണ്ണി പെങ്കുച്ചി കേൾക്കണ്ട. അല്ല, അതിനോട് പറയാതിരിക്കാൻ പറ്റത്തൂല്ല. പറയുന്നത് സൂക്ഷിച്ചു വേണമെന്ന് മാത്രം. എന്നതാ പ്രസിഡന്റ്? ബാലേന്ദ്രൻ എന്ന് പറഞ്ഞ ആ നെറികെട്ടവൻ പിന്നെ ഒന്നുകൂടി കെട്ടിയോ? വനജാമേ, ഒരു പകയോ വിദ്വേഷമോ മനസ്സിൽ വിചാരിക്കേണ്ട സമയമല്ലിത്. ഒരു സങ്കടം വരുമ്പോ, ഒരു ദുരന്തം വരുമ്പോ എല്ലാരും ഒന്നിച്ചു നിൽക്കണ്ടേ? അത് സങ്കടവും ദുരന്തവും വരുമ്പോഴല്ലേ? എങ്കിൽ വയലോരം വീട്ടിൽ അത് സംഭവിച്ചു. പ്രസിഡന്റ് എന്നതാ ഈ പറയുന്നേ? അവിടെ എന്തു ദുരന്തം സംഭവിച്ചെന്നാ? ഒരു മരണം. മരണോ? ആര്? ഇവിടെ നിന്ന് കരഞ്ഞ് ബഹളം വെച്ച് സീതയുടെ മനസ്സ് തകർക്കരുത്. അതിനും കൂടി ധൈര്യം പകരേണ്ടത് വനജാമ്മയാണ്. ആരാ പ്രസിഡന്റ്? ഒന്ന് പറ. ബാലനാണോ? അല്ല. പിന്നെ? ശാരദാമ്മ. ശാരദാമ്മയോ? അയ്യോ ദൈവമേ, എന്നതാ പ്രസിഡന്റ് പറ്റിയത്? ഇതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, കരഞ്ഞ് ബഹളം വെക്കരുതെന്ന്. എന്നതാ സംഭവിച്ചതെന്ന് കൃത്യമായി അറിയത്തില്ല. പക്ഷെ ഒന്ന് കേട്ടു, നേരെ ചൊവ്വയുള്ള മരണം അല്ല. എന്നുവെച്ചാ കൊന്നതാണ് കുട്ടിമണി.
ശാരദേ, എന്നാലും നീ പോയല്ലോ ശാരദേ. ഞാനിതെങ്ങനെ സഹിക്കും? എന്റെ പരുത്തിക്കാവിലമ്മേ. കരയാതെ സുഭദ്ര, കരയാതെ. പഴനി മുരുകനോട് പ്രാർത്ഥിക്കും, എല്ലാം സഹിക്കാനുള്ള ശക്തി തരാൻ. ആ പൊട്ടിപ്പെണ്ണ് കഴുത്ത് ഞരിച്ചു കൊന്നാണെന്നാ പറയുന്നേ. ഏയ്, ആ കൊച്ചു അങ്ങനെയൊക്കെ ചെയ്യോ? പിന്നെ ചെയ്യാതെ? അതിന് ബോധമില്ലെന്നേ. ഛേ, ഒന്നാമത് ആ കൊച്ചു ഗർഭിണിയാണെന്നാ കേട്ടത്. ആ, ഗർഭിണിയാ. കല്യാണം കഴിച്ച് ഗർഭിണിയൊക്കെ ആയി. പക്ഷേ എന്ന് വെച്ച് ബുദ്ധി ഉണ്ടാവോ? വയറ്റിൽ കൊച്ചുണ്ടാകുന്ന വെച്ച് തലയിൽ ബുദ്ധി ഉണ്ടാവോ? അതാ അവരെ കഴുത്തിന് പിടിച്ച് ഞെക്കിക്കൊന്നത്. കഷ്ടം. അമ്മയും മോളും തമ്മിൽ 2 ദിവസമായിട്ട് അത്ര രസത്തിലല്ലായിരുന്നടി രമേ. അതെന്നാ പറ്റി ലീലേച്ചി? കുട്ടിമണിക്ക് ജനിക്കാൻ പോകുന്ന കൊച്ചെ ജാതകപ്രകാരം എന്തോ കുഴപ്പമുള്ളതാണെന്നോ, അത് ജനിച്ചു കഴിഞ്ഞാ ബാലനും രവിക്കും എന്തോ അപകടം സംഭവിക്കുമെന്നും മറ്റും. ബാലനും രവിക്കും അല്ല ലീലേച്ചി, കുട്ടിമണി തന്നെ ചത്തുപോകുന്നു ജോത്സ്യം പറഞ്ഞെന്ന്. അതുകൊണ്ട് തന്നെ കുഞ്ഞ് ജനിക്കണ്ടെന്നായിരുന്നു ശാരദാമ്മയുടെ തീരുമാനമെന്ന്. അയ്യോ, അതാരെങ്കിലും സമ്മതിക്കുവോ? അങ്ങനെയായിരിക്കും അമ്മയും മോളും തമ്മിൽ പിണങ്ങിയത്. പിന്നല്ലാതെ ശാരദാമ്മയ്ക്ക് ശാരദാമ്മയുടെ മോള് വലുതാണെന്ന് പറയുന്നത് പോലെ തന്നെ അല്ലേ കുട്ടിമണിക്ക് അവളുടെ കുഞ്ഞും. അവള് പൊട്ടിയാണെങ്കിലും അമ്മയല്ലേ, അമ്മയാവാൻ പോകുന്നവളല്ലേ. എന്തായാലും വലിയ കഷ്ടമായി പോയി കേട്ടോ. വയലോരം വീട്ടിൽ ഇങ്ങനെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ അതെ, നമ്മളറിഞ്ഞത് ഇങ്ങനൊന്നും അല്ലെന്നേ. ഇന്നലെ രാത്രി ശാരദാമ്മ കുട്ടിമണിയുടെ വയറ്റിൽ കിടക്കണ കുഞ്ഞിനെ കൊല്ലാനായി എന്തോ മരുന്ന് കലക്കിയതുമായി ചെന്നു. എന്നിട്ടെന്തുവാ, ബുദ്ധിയില്ലാത്തവളാണെങ്കിലും അവൾക്ക് കാര്യം മനസ്സിലായി. അവളുടെ കൊച്ചിനെ കൊല്ലാൻ കൊണ്ടുചെന്നതാണെന്ന്. പിടിച്ച പിടിയാല് അവള് ശാരദാമ്മയുടെ കഴുത്തിന് പിടിച്ച് ഞെക്കി. ആ പെണ്ണിന്റെ ശക്തിയല്ലേ, അല്ലെങ്കിൽ തന്നെ 5-6 പേരെ ചില്ലറ തീറ്റിയാണോ? 1 മിനിറ്റ് കൊണ്ട് അവരുടെ പ്രാണനങ്ങ് പോയി. ശാരദാമ്മയുടെ വിധി, അല്ലാതെ എന്ത് പറയാൻ? അതെ അതെ. നിങ്ങളുടെ പെങ്ങളെവിടെ? സാറേ, അത് അവളെ മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണ് സാർ. അങ്ങനെ അക്രമ സ്വഭാവം വല്ലതും? അങ്ങനൊന്നും എപ്പോഴും ഇല്ല. ചില സമയങ്ങളിൽ മാത്രം വഴക്കുണ്ടാക്കും എല്ലാരോടും. അല്ല ബാല, ചിതയൊരുക്കുന്നത് ആരോടെ നോക്കി വേണം. അതറിയാവുന്നവര് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? അല്ല, ഇവിടിപ്പോ അതൊക്കെ അറിയാവുന്ന ആരാ ഉള്ളത്? എന്റെ സാറേ, ഈ വീടിന്റെ കാര്യം പറഞ്ഞ വലിയ കഷ്ടം. ഒരുവിധം പച്ച പിടിച്ച് വന്നപ്പോഴാ കുറുപ്പ് കിണറ്റിലോട്ട് പോയി. അത് കഴിഞ്ഞ് അടിക്കടി ദുരന്തങ്ങൾ. ദേ, ഈ നിൽക്കുന്ന ബാലന്റെ ആദ്യത്തെ ഭാര്യയെ കാണാതെ പോയി. മാസങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്നു. അതും ഗർഭിണിയായിട്ടാ തിരിച്ചു വന്നത്. അല്ലേ ബാല? അമ്മാവും പോയി ചീത ഒരുക്കുന്നിടത്തെ കാര്യങ്ങൾ നോക്കും. അമ്മാവനാവുമ്പോ കാര്യങ്ങളൊക്കെ അറിയാലോ. ചെല്ല്. വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. എന്നാ അങ്ങനെയാവാം, അല്ലേ ബാല? ശാരദേ, എന്തുവിടത്തെ ഒന്നിങ്ങി വന്ന എന്താ പോയിട്ട് വരാം. ചടങ്ങ് കഴിഞ്ഞിട്ടേ പോലീസ് വരും. ഞാനത് പറഞ്ഞ് ഹോൾഡ് ചെയ്യിച്ചേക്കോ. എന്നാലും എന്റെ ദൈവമേ, കാണുന്നത് ഇപ്പോഴും സ്വപ്നമാണോ സത്യമാണോ എന്നൊന്നും എനിക്ക് പിടികിട്ടുന്നില്ല. ഇന്ദുവെടുത്ത് എന്തിനാ ഇങ്ങനെ പതറുന്നത്? ഇന്ദുവെടുത്തി നല്ല ധൈര്യമായിട്ട് നിൽക്കേ. പോലീസും കോടതിയൊക്കെ ഇന്ദുവെടുത്തി ആദ്യമായിട്ട് കാണുവാണോ? അതല്ല, എന്നാലും എന്താ കല പറയാൻ വന്നത്?
ആ, 1-2 പ്രധാന കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്നത് പോലെ ഇന്ദുവെടുത്ത് നിൽക്കണം. എന്താ കലേ? അതങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമല്ല. അമ്മ പോയി. ഇനി ഈ വീട്ടിൽ മൂത്തയാള് ഇന്ദുവെടുത്തിയാണല്ലോ. ഇതാണോ കലയ്ക്കിപ്പോ പറയാനുള്ളത്? അല്ലെന്നേ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ പോലീസ് വരുന്ന കാര്യം. വരട്ടെ. വരുമ്പോ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരേപോലെ പറയണം. കാര്യങ്ങളോ? ആ, ഇന്നലെ രാത്രി ഇവിടെ നടന്ന സംഭവം, ആ സംഭവത്തെക്കുറിച്ച് പോലീസ് ചോദിച്ച ഒരേ ആംഗിളായിരിക്കണം നമ്മൾ പറയേണ്ടത്. അത് കുട്ടിമണി അമ്മയെ ശ്വാസം മുട്ടിച്ചു കൊന്നു, അതാണല്ലോ സത്യം. ആ അതെ, അതാണ് സത്യം. അത് തന്നെയാണ് സത്യം. ആ സത്യം നമ്മൾ ഒന്നിച്ചങ്ങ് പറയണമെന്നാ ഞാൻ പറഞ്ഞത്. അതിന് കലയല്ലേ സംഭവം നേരിൽ കണ്ടത്? അതെ, ഞാൻ കണ്ടതാ. എന്റെ ഈ 2 കണ്ണുകൊണ്ട് കണ്ടതാ. പിന്നെ ഇന്ദുവെടുത്തിയും കണ്ടല്ലോ. അപ്പോ നമ്മൾ പറയുന്നതൊന്നും മാറിപ്പോരുത്. ഞാനിത് ഇന്ദുവെടുത്തിക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പ്രതികളെ കേസ് പഠിപ്പിക്കാനും ഒരു കേസ് ഫ്രെയിം ചെയ്യാനും ഒക്കെ അറിയാവുന്ന വക്കീലല്ലേ ഇന്ദുവെടുത്തി. ഞാനിതിപ്പോ പറയുന്നത് എന്താണെന്ന് വെച്ചാ, കുട്ടിമണിയുടെ കുഞ്ഞ് വയലൂരം വീടിന്റെ കാലനാണെന്ന് ജോത്സ്യം പറഞ്ഞത് കൃത്യമായില്ലേ? ആ കുഞ്ഞല്ലേ ഇപ്പൊ നമ്മുടെ അമ്മയുടെ ജീവൻ എടുത്തത്. അതെ, അതിനി ഇവിടുത്തെ ആൺമക്കളുടെ ജീവനും എടുക്കും, അതുറപ്പാ. കലേ, ഒരു മരണത്തിന് മുൻപിൽ പകച്ചു നിൽക്കുക നമ്മള്. അതിനു മുമ്പിൽ നിന്ന് ഇനി അടുത്തൊരു ദുരന്തത്തെ കുറിച്ച് പറയാൻ എങ്ങനെ ധൈര്യം വരുന്നു കലയ്ക്ക്? സംഭവിക്കാനുള്ള ദുരന്തം സംഭവിച്ചു കഴിഞ്ഞു. ഇനി അതിന്റെ ബാക്കിയാണ് ഇന്ദുവെടുത്തി നോക്കേണ്ടത്. ഈ കേസിൽപ്പെട്ട് കുട്ടിമണി പോകുന്നതോടെ കുഞ്ഞിന്റെ കാര്യത്തിലും ഒരു തീരുമാനമാവും. എങ്ങനെ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അതാ ഞാൻ ഇന്ദുവെടുത്തോട് പറഞ്ഞു വന്നത്. ഒന്നാമതെ, അവള് ബുദ്ധിയില്ലാത്തവളാ. ബുദ്ധിയില്ല എന്നുള്ള ആനുകൂല്യം അവക്ക് കിട്ടും. അതിന്റെ കൂടെ നമ്മൾ പരസ്പര വിരുദ്ധമായിട്ടാ മൊഴി കൊടുക്കുന്നതെന്നുകൂടി വന്ന പെണ്ണു കൂളായിട്ട് ഊരിപ്പോരും. നമ്മുടെ മുമ്പിൽ തന്നെ വന്ന് ഇളിച്ചോണ്ട് നിൽക്കും. അവള് പ്രസവിക്കുകയും അവളുടെ കുഞ്ഞ് നമ്മുടെ 2ന്റെ താലി അറക്കുകയും ചെയ്യും. അത് പാടില്ല. ആ, അപ്പോ പെണ്ണിനെതിരെ നമ്മുടെ തീരുമാനങ്ങളും നമ്മൾ കൊടുക്കുന്ന മൊഴിയും സ്ട്രോങ് ആയിരിക്കണം. കൈ കോർത്ത് നിൽക്കണമെന്ന്. നിൽക്കാം. പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ അമ്മ മരിച്ചതിന്റെ പേര് പറഞ്ഞ് അന്ത്യചുംബനം നൽകാൻ മറ്റവര് വരും. ആര്? ഇന്ദുവേടത്തിയുടെ എതിരാളി, ശത്രു, സീതാദേവി. വരുവോ കലേ? വരാതെ പിന്നെ? അമ്മയുടെ പുന്നാര മരുമകളല്ലേ അവള്. അപ്പൊ പിന്നെ ഇവിടെ വന്ന് ആർത്തലച്ച് കരഞ്ഞ് ഒരു ഹൈ വോൾട്ടേജ് പെർഫോമൻസ് കാണിക്കാതിരിക്കൂ? അവളുടെ കണ്ണുനീരും കള്ളവും ഒക്കെ കാണാൻ ഇനി അമ്മ ഇല്ലല്ലോ. ഇവിടാണ് ചില നേരത്ത് ഇന്ദുവേടത്തി മണ്ടിയാണെന്ന് ഞാൻ പറയുന്നത്. മന്ത്രി മരിച്ച റീത്ത് വെക്കണ്ട, പക്ഷേ മന്ത്രിയുടെ ഭാര്യ മരിച്ച റീത്ത് വെക്കണമെന്ന് കേട്ടിട്ടില്ലേ? എന്തിനാ? മന്ത്രി നമ്മളെ കാണാൻ. മരിച്ചു കിടക്കുന്ന അമ്മയെ കാണിക്കാനല്ല സീത കരയുന്നത്. പിന്നെ അവളുടെ കണ്ണീര് കാണേണ്ടവരെ കാണിക്കാൻ. ആര്? ചന്ദ്രേട്ടനെയോ? അതെ, അമ്മയോട് തനിക്കാണ് ഏറ്റവും കൂടുതൽ സ്നേഹമെന്ന് കാണിക്കാൻ സീതയ്ക്ക് കിട്ടിയ സുവർണ അവസരമല്ലേ ഇത്? ആ കരച്ചിലൂടെ ബാലേട്ടന്റെ മനസ്സിലേക്കും അതുവഴി വീണ്ടും ഈ വീട്ടിലേക്കും കയറാമെന്ന് അവർക്ക് നന്നായിട്ടറിയാം. അതൊക്കെ നടക്കുവോ കലേ? നടക്കും, നടത്തും അവര്. മരണം പോലും ആയുധം ആക്കുന്നവരാണ്. ആദ്യ ഭർത്താവിന്റെ മരണം മറച്ചുവെച്ചവളല്ലേ? അമ്മ അറിഞ്ഞപ്പോ അത് കണ്ണുനീരാക്കി സിമ്പതി പിടിച്ചുപറ്റി അമ്മയുടെ ഉള്ളിൽ കയറി പറ്റിയില്ലേ? അങ്ങനെ ഈ വീട്ടിൽ നിന്നില്ലേ? അങ്ങനെയുള്ളവര് അതേ അടവ് തന്നെ എടുക്കും ഇവിടെ മകന്റെ മുമ്പിലും. അമ്മ ഭക്തനായ ബാലേട്ടന്റെ മനസ്സിലാക്കാൻ ആ കരച്ചില് തന്നെ ധാരാളം. ഇല്ല, അതുണ്ടാവാൻ പാടില്ല. അതുമാത്രമല്ല, ഗർഭവും ചുമന്നല്ലേ അവരുടെ വരവ്. സീതയുടെ വയറ്റിലേത് ബാലചന്ദ്രന്റെ കുഞ്ഞാണെന്ന് നാട്ടുകാരെ കൊണ്ട് ചുമ്മാ പറയിക്കാൻ. മരണവീട്ടില് വന്നു കൂടുന്നവർക്ക് പറയാൻ പുതിയൊരു വിഷയമായല്ലോ. അതും നേരാ. നാട്ടുകാർക്ക് മുമ്പില് ഞാനൊരു കാഴ്ച വസ്തു. വെറും കാഴ്ച വസ്തുവല്ല, ആളുകൾക്ക് നോക്കി അടക്കം പറയാനും അടക്കി ചിരിക്കാനും
നാണക്കേടിന്റെ ഒരാൾ രൂപം. ബാലചന്ദ്രന്റെ 2 ഭാര്യമാരുണ്ട് അമ്മയുടെ അടുത്തെന്ന് ഒരു നാട് മുഴുവനും പറയും. ഇല്ല, അങ്ങനെ 2 പേരിൽ ഒരാളാവാൻ എനിക്ക് പറ്റത്തില്ല. അത് മരണ വീട്ടിലായാലും. ആ എങ്കിൽ അവരെ ഈ ഗേറ്റിനകത്തു പോലും കയറ്റരുത്. കലേ, അത് നമുക്ക് തടയാൻ പറ്റുമോ? ഇതൊരു മരണ വീടല്ലേ? നമ്മൾ തടയണ്ട, പക്ഷേ തടയേണ്ടവര് തടയണം. അതിന് വേണ്ടത് ചെയ്യണം ഇന്ദുവെടത്തി. അമ്മയുടെ മരണം ഇന്നുകൊണ്ട് കഴിയും. നാളെയും ജീവിക്കേണ്ടത് നമ്മളാ. അതുകൊണ്ട് ഇക്കാര്യം കൂടി ഒന്ന് മനസ്സിൽ വെച്ചോ. ഇന്ദുവേടത്തി പോയി അമ്മയുടെ അടുത്തിരുന്ന് ആലോചിച്ചു. എനിക്ക് 1-2 പേരെ കൂടി വിളിച്ച് മരണം അറിയിക്കാനുണ്ട്. തന്നെയുമല്ല, ഈ സാമ്രാണിയുടെ പുക എനിക്ക് വലിയ പ്രശ്നമാണ്. ഇന്ദുവേടത്തി ചെല്ല്. ഹലോ, അല്ല ഗോപാലേട്ടാ, വിറകിന്റെ കാര്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ആരെങ്കിലും വരാനുണ്ടോ ബാല? ആരെങ്കിലും വരാനുണ്ടോന്ന് ചോദിച്ചാ വരാനുള്ളവരൊക്കെ പലരും കാണും. ഇപ്പൊ തന്നെ എൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് വന്നിട്ടില്ലല്ലോ. കാണാൻ പലരും ഉണ്ട്. ഇനിയിപ്പോൾ അമ്മയെ കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കുറച്ചു നേരം കൂടി കാക്കാം. അല്ല, ഞാൻ തിരക്കുന്നേ ഉള്ളൂ. ഇതിനൊക്കെ ഒരു നേരവും കാലമൊക്കെ ഇല്ലേ? രാഹുകാലമൊക്കെ നോക്കി വേണ്ടേ യാത്രയാക്കാൻ? അതൊക്കെ നമുക്കറിയാം ഗോപാലേട്ടാ. ഇപ്പൊ തന്നെ മറ്റ് നടപടികളൊക്കെ കഴിഞ്ഞ് അമ്മയെ പെട്ടെന്ന് കിട്ടാൻ കാരണം എന്താ? എൻ്റെ ഭാര്യ വീട്ടുകാർ ഇടപെട്ടതുകൊണ്ട്, DYSP ഞങ്ങൾ ഇടപെട്ടതുകൊണ്ട് കാര്യം വേഗം നടന്നില്ലേ? ഇല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ കാത്തുകെട്ടി നിൽക്കണ്ടായിരുന്നോ? എല്ലാം ഓക്കെ ആണല്ലോ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഉറപ്പായിട്ടും പറയും. ശരി. ശരി സാർ, ശരി സാർ, ഞാൻ ഇവിടെ തന്നെയുണ്ട് സാർ. ഇല്ല, ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല സാർ. ചടങ്ങിനുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് സാർ. അതെ, ആൺമക്കളുണ്ട്. അവരിതാ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. നാട്ടുകാർക്കങ്ങനെ മാറി നിന്ന് സംസാരിക്കുന്നുണ്ട് ചില. പിന്നെ സ്ഥിരം കഥകളുള്ളൊരു വീടാണെന്ന് അറിയാമല്ലോ. ശരി സാർ, ഓക്കെ സാർ. CI അയ്യപ്പൻകുട്ടി സാറാ. പുള്ളിയെ DYSP ഓഫീസിൽ നിന്ന് പ്രത്യേകം വിളിച്ച് പറഞ്ഞിരുന്നു. എന്ത്? നിങ്ങളുടെ പെങ്ങളല്ലേ ഈ കേസിലെ പ്രതി? അതിനെ ഇവിടുന്ന് കൊണ്ടുപോണ്ടേ? അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ തന്നെ പോലീസ് സ്റ്റേഷനും കോടതിയൊക്കെ ഉണ്ടോ? അല്ല സാർ. പേടിക്കണ്ട. ഇപ്പൊ പിടിയും വലിയും കൊണ്ടുപോക്കലും ഒന്നുമില്ല. എന്തായാലും ചടങ്ങുകളൊക്കെ കഴിയട്ടെ എന്നാ CI സാർ പറഞ്ഞത്. ആള് മുറിക്കകത്തുണ്ടല്ലോ അല്ലേ? ഉണ്ട് സാർ. വല്ല കഞ്ഞിയോ വെള്ളമോ ഒക്കെ വേണമെങ്കിൽ കൊടുക്കണം കേട്ടോ. കാരണം ഞങ്ങൾ ലോക്കപ്പിൽ കൊണ്ടുപോകുമ്പോൾ കുഴഞ്ഞു വീണ് വല്ലം പറ്റിയ പിന്നെ പോലീസുകാർ ചവിട്ടിക്കൊന്നെന്ന് നാട്ടുകാർ പറയും. അതിനിട വരുത്തരുത്. അല്ല, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെന്ത് തൊട്ടാലും തൊട്ടതൊക്കെ പൊന്നാക്കുന്ന നാട്ടുകാർ പറയുന്നു. അതുകൊണ്ട് പറഞ്ഞതാ സാർ. പ്ലീസ്, ഞങ്ങളൊരു വല്ലാത്ത മാനസികാവസ്ഥ. എനിക്കറിയാം സഹോദര, എന്റെ വീട്ടിലും മരണവും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുള്ളതാ. എന്ന് വെച്ച് നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റുമോ? ഞങ്ങളുടെ ഡ്യൂട്ടിയല്ലേ. ഈ കാക്കി മേത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് വലിയ സോഫ്റ്റ് ആയിട്ടുള്ള വികാരങ്ങളൊന്നുമില്ല. പറയാനുള്ളത് സ്ട്രൈറ്റ് ആയിട്ടങ്ങ് പറയും. ഇവിടെ നിങ്ങളാണോ DSP അദ്ദേഹത്തിന്റെ അനന്തരവളെ കല്യാണം കഴിച്ചിരിക്കുന്നത്? അതെ, എൻ്റെ വൈഫാണ് മതികല. അകത്തുണ്ട്, വേണമെങ്കിൽ വിളിപ്പിക്കാം. എന്നാത്തിന്? അതൊന്നും വേണ്ട. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. DYSP ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞിരുന്നു അയ്യപ്പൻകുട്ടി സാർ പ്രത്യേകം പറഞ്ഞിരുന്നു. ഇവിടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നോക്കിക്കൊള്ളണമെന്നും. ചടങ്ങുകൾ നടക്കട്ടെ. പിന്നെ പെങ്ങൾ കഥക് തുറന്ന് ഇറങ്ങിപ്പോവാതെ നോക്കിക്കൊള്ളണം. നാളെ പിന്നത് ഞങ്ങൾക്കൊരു തലവേദനയാകരുത്, അത്രയേ ഉള്ളൂ. ശരി സാർ. പോലീസുകാരനെ ഇവിടെ നിർത്തിയിരിക്കുന്നത് കൊണ്ട് മിക്കവാറും അറസ്റ്റ് ഉണ്ടാവും. എപ്പോഴാണെന്ന് വല്ലതും അറിയാമോ? ഇപ്പോഴെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടെ കണ്ടിട്ട് അങ്ങ് പോകാമായിരുന്നു. നേരാ.
ശാരദാമ്മയെ തെക്കോട്ടെടുക്കണമെന്ന് കാണാമായിരുന്നു, പെണ്ണിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണമെന്ന് കാണാമായിരുന്നു. പിന്നെ മെനക്കെട്ട് അതിനുവേണ്ടി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ കുമാര, ലോക്കൽ ചാനലിൽ കാണിക്കുന്നുണ്ട് വാർത്ത, ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞു. എന്താ എഴുതിയിരിക്കുന്നത്? ശാരദാമ്മയുടെ മരണം, കൊന്നത് മകളോ. ചോദ്യചിഹ്നം ഇട്ടിട്ടുണ്ടോ? ആ, ചോദ്യചിഹ്നം ഇട്ടിട്ടുണ്ട്. വൈകിട്ട് ചർച്ച ഉറപ്പാ കേട്ടോ. എന്തായാലും അവർക്ക് ഇന്നത്തേക്കൊരു വിഷയം കിട്ടി. അതെ, പെണ്ണിനെ മുറിക്കാത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. പൂട്ടി തന്നെ കിടക്കട്ടെ, ഇറക്കി വിട്ടു കഴിഞ്ഞാൽ അത് ഓടി നടന്ന് എല്ലാരും കഴിക്കും. അറിയാമല്ലോ അതിന്റെ സ്വഭാവം. ഇപ്പോ അവള് വയലന്റ് ആയിട്ട് നിൽക്കുക. ഇനിയിപ്പോ ആരെയും പേടിക്കണ്ടല്ലോ. അച്ഛനും ഇല്ല, അമ്മയേ ഇല്ല. മറ്റവൻ വന്നോ? ആര്? ഇവളുടെ കെട്ടിയവനില്ലേ, എന്താ അവന്റെ പേര്? മജനിസനല്ല, മനസിജൻ. ഓ, അവൻ വന്നിട്ടില്ല. പിന്നെ വേറൊരു കഥയും കേട്ടായിരുന്നല്ലോ. അതെന്താ? ഇപ്പൊ ഈ ബാലനും കുട്ടിമണിയുടെ ഭർത്താവും തമ്മിൽ ഭയങ്കര ശത്രുതയിലാണല്ലോ. അതെന്നതാ കേസ്? അതെന്താണെന്ന് ലോകത്ത് മൊത്തം പാട്ടാ. ഇവിടുത്തെ ബാലന്റെ ഭാര്യ സീതയെ ഇടയ്ക്ക് 3-4 മാസം കാണാതായത് അറിഞ്ഞില്ലായിരുന്നു. ഒന്ന് പതുക്കെ പറ, ആരെങ്കിലും കേൾക്കും. കേട്ടാൽ എന്തുവാ? ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്തല്ലേ ആളുകളെ കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റൂ. ആ സീതയെ കുറച്ചു നാള് കാണാതായി. സീത തിരിച്ചു വന്നതേ വയറ്റിലുണ്ടാക്കിക്കൊണ്ടാ. അതിന് ഉത്തരവാദി ആരാ? ഈ പൊട്ടിയുടെ ഭർത്താവേ, മനസിജൻ. അതിന്റെ പേരിലല്ലേ ബാലൻ അവരെ ഇവിടുന്ന് ചവിട്ടി ഇറക്കി വിട്ടതൊക്കെ. പിന്നെ തിരിച്ചു വന്നതോ? ആ, തിരിച്ചു വന്നത് ആ കാവടി അയാള് വന്നു കഴിഞ്ഞപ്പോ നിർബന്ധിച്ചു വിളിച്ചോണ്ട് വന്നതാ. ഞാൻ കേട്ടത് അങ്ങനെയൊന്നും അല്ലല്ലോ. പിന്നെ ഈ ജോത്സ്യം മറ്റുമൊക്കെ ഭയങ്കര വിശ്വാസമായിരുന്നല്ലോ ശാരദാമ്മയ്ക്ക്. അങ്ങനെ ഏതോ ഒരു ജോത്സ്യം പറഞ്ഞ പ്രകാരം കുട്ടിമണിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ജനിച്ച ആർക്കൊക്കെയോ മരണം സംഭവിക്കും. അതുകൊണ്ട് ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാ അയാള് കുട്ടിമണിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതെന്നാ. എന്തായാലും കഷ്ടം. ആ ശാരദാമ്മ പാവായിരുന്നു കേട്ടോ. നിങ്ങളല്ലേ കഴിഞ്ഞ ആഴ്ച ആറ്റിൽ നിന്ന് ശാരദാമ്മയുടെ കുറ്റം 1 മണിക്കൂർ പ്രസംഗിച്ചത്? ജീവിച്ചിരിക്കുമ്പോ കുറ്റമൊക്കെ പറയും. മരിച്ചു കഴിഞ്ഞപ്പോ ശാരദാമ്മ പാവായി അല്ലേ? ഓ, ഞാനങ്ങനെ കുറ്റമൊന്നും പറഞ്ഞില്ല. എങ്ങോട്ടാ നീ ഇപ്പൊ ഈ വെള്ളമൊക്കെ ആയിട്ട്? മതികളാ കുട്ടിമണി. മതികളയോ? എന്ന് മുഖത്തൊക്കെ പേര് വിളിക്കുന്നോടി. ഇല്ല അക്ക, അക്കാന്ന് കൂപ്പിടുന്നത് ഇഷ്ടമല്ലല്ലോ. അക്കാന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ നീ മാഡം എന്ന് വിളിക്കണം. ആ, നീ ഇപ്പൊ കാര്യം പറ. കുട്ടിമണിക്ക് കൊടുക്കരുത്. ആഹാ, കുട്ടിമണിക്ക് കൊടുക്കാനോ വെള്ളോ? പെറ്റ തള്ളെ ഞെക്കിക്കൊന്ന് അവൾക്ക് പച്ച വെള്ളം പോലും കൊടുത്തു പോലും. ഉരലുണ്ടെങ്കിൽ തൊണ്ട പൊട്ടി ചാവട്ടെ. ഇങ്ങോട്ട് എടുക്കടി, ഇങ്ങോട്ട് എടുക്കാൻ. ഇത് ഒരു ക്രൂരതയാണ് കേട്ടോ. ഒരാൾക്കിட்ட இந்த மாதிரி ചെയ്യக்கூடாது. ചെയ്യக்கூടാതെന്നോ? കൂടണോ കൂടണ്ടെന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. നിനക്കെന്താണ് ഈ വീട്ടിൽ കാര്യം? വല്ലയിടത്തുനിന്ന് തെണ്ടി തിരിഞ്ഞു വന്നവള് വീടിന്റെ മൂലയിലും മിണ്ടാതിരുന്നോണം. അല്ലെങ്കിൽ നീ പോയി ആ ശവത്തിന്റെ കാൽക്കലിരിക്കും. നീ അമ്മ കുമ്മാന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം വരെ അവരെ കെട്ടിപ്പിടിച്ചോണ്ട് നടക്കുമല്ലായിരുന്നു. ആ, നീ അകത്ത് വന്ന് ആ പൊട്ടിക്ക് വെള്ളം കൊടുക്കാൻ പോവന്നു. കുട്ടിമണി പക്കത്തിലെ തെറ്റുണ്ടെങ്കിൽ അതിനെ ശിക്ഷിക്കാമല്ലോ. ഇതെന്തായാലും കടവിളക്ക് നിരക്കാതെ പണിയാ. ഒരാൾക്ക് വെള്ളം കൂടെ കൊടുക്കാതെ പൂട്ടിയിടാന്ന് പറഞ്ഞ അവക്ക് ഒരു തുള്ളി വെള്ളം പോലും ഞങ്ങൾ കൊടുക്കില്ല.
അത് ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ തീരുമാനം തന്നെയാ. എന്തൊക്കെ പറഞ്ഞാലും അമ്മ മരിച്ചതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ദണ്ണമുണ്ട്. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും കൊല്ലും. നീയും കൂടെ ചേർന്നല്ലേടി അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നശിപ്പിക്കരുതെന്ന് പറഞ്ഞ് അവക്ക് ഇത്രയും ധൈര്യം ശക്തിയൊക്കെ കൊടുത്തത്. நான் சொன்னது உண்மை. ஒரு ജീവനെ എടുക്കக்கூடாது. ഒരു ജീവനും എടുക്കാഞ്ഞിട്ട് ഇപ്പൊ അമ്മ ചത്തില്ലേടി. നിനക്കും ഇല്ലേടി ഇതിനകത്ത് പങ്ക്? അവളെ ഓതി ഓതി നീയാണോടി ഇതൊക്കെ ചെയ്യിച്ചത്? അക്ക இந்த மாதிரி பேசக்கூடாது. ആഹാ, പേസിയ നീ എന്ത് ചെയ്യൂടി? എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യൂടി? ഉപദേശിക്കാൻ വന്നേക്കുന്നു പഴനിമലയെന്ന്. അതൊക്കെ നീ അങ്ങ് അവിടെ കാണിച്ചാ മതി. നീ മതികളോട് കാണിക്കണ്ട കേട്ടോടി. മുഖത്തിന് നേരെ കഴിച്ചോണ്ട് സംസാരിക്കാറായോടി നീ. എന്നതാ നിങ്ങൾ ഈ കാണിക്കുന്നത്? രണ്ടാളും എന്താ എന്താ കല്ലേ? എന്താ ഇവിടെ പ്രശ്നം? ഇതൊരു മരണ വീടാണെന്നുള്ള ബോധം വേണ്ടേ? ആ ബോധം വേണം. ആർക്ക് വേണം? ഇവളെ എന്താ ചെയ്തെന്ന് ചോദിക്കും. എന്താടി നീ ചെയ്തേ? അക്ക ഞാൻ சொல்றது കേള്. കുട്ടിമണി ഉള്ളിൽ കിടന്ന് കരയുന്ന കേട്ടില്ലേ? എന്താടി? മോശം. കുട്ടിമണിക്ക് ദാഹിക്കുന്നത്. കൊഞ്ചം വെള്ളം കൊടുക്ക വന്നേന്നാ. കുട്ടിമണിക്ക് വെള്ളം കൊടുക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. അയ്യോ കൊച്ചുങ്ങളെ, അത് കിടന്ന് തൊണ്ട പൊട്ടി ചത്തുപോകും. വെള്ളം കൊടുക്ക്. അത് രണ്ടാമതൊന്ന് ആലോചിച്ചിട്ട് മതി. ഇത്തിരി വെള്ളം കൊടുക്കുന്നതിന് ഇത്രമാത്രം ആലോചിക്കണോ? ആലോചിക്കണോന്ന് പറഞ്ഞ കുട്ടിമണി അതിനകത്തിട്ട് വെള്ളം കൊടുക്കാതെ കൊല്ലണോന്നല്ല. ഇവിടെ ആരെങ്കിലും ചെന്നാ കഥക് തുറക്കുന്ന പാടെ അവിടെ ചാടി ഇറങ്ങി അങ്ങ് ഓടിയാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ വെള്ളം കൊണ്ട് ചെല്ലുന്ന ആളുടെ കഴുത്ത് ഞെരിച്ച് കൊന്നാൽ എന്ത് ചെയ്യും? ഞാൻ വെള്ളം കൊടുക്കറേ, എനിക്ക് പേടിയില്ല. നീ അങ്ങനെ വലിയ ധൈര്യശാലി ഒന്നും ചമയണ്ട. നീ എന്താടി കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ നിൽക്കണം? അതെ, അവിടെ വെള്ളം കൊടുക്കാൻ വന്നേക്കുന്നു. ആ അത് തന്നെ. കഥക് തുറന്നിറങ്ങുന്ന പാടെ അവളുടെ കയ്യിൽ എന്തെങ്കിലും ആയുധം കാണും. അല്ലെങ്കിൽ ചാടി കഴുത്തിന് കടിക്കും. കഴുത്തിലൊരു കടി കടിച്ചാ മതി. മനുഷ്യരെ കടിച്ചു പറിച്ചു കൊല്ലം മിടുക്കിയ അവള്. ഇനി അഥവാ അതൊന്നും നടന്നില്ലെങ്കിൽ തന്നെ ഇവളിറങ്ങി ഓടിയ അമ്മയെ കൊന്ന കേസ് ആരേറ്റെടുക്കും? നിങ്ങൾ ഏറ്റെടുക്കോ? നാത്തൂനെ കൊന്നെന്ന് പറഞ്ഞ് ഇന്ദുവെടുത്ത് ഏറ്റെടുക്കൂ? ഞാൻ ഏറ്റെടുക്കൂ? ബാലേട്ടനും രവിയേട്ടനും ഏറ്റെടുക്കൂ? അതോ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇവളെ കൂലിക്കെടുക്കൂ കേസ് ഏറ്റെടുക്കാൻ? ഇതൊന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ അവൾ അതിനകത്ത് കിടന്നാ മതി. നമുക്ക് വെള്ളം കൊടുക്കുന്നില്ല, ഒരു കുന്തവും കൊടുക്കുന്നില്ല. പിള്ളേരെ, ഞാൻ പറയുന്നത് അപ്പച്ചമ്മ ഒന്നും മിണ്ടാതിരിക്കും. അതെ, നിങ്ങൾ പോയി അവിടെ നാത്തൂന്റെ കാൽക്കൽ പോയി ഇരിക്കും. ഇവിടെ മനുഷ്യൻ ഒന്നാമത് ഭ്രാന്ത് പിടിച്ച് നിൽക്കുവോ ഓരോ കാര്യങ്ങൾ ഓർത്തിട്ട്. നീ പല പ്രാവശ്യമായി പല കാര്യങ്ങളിൽ ഇടപെടുന്നു. ഇത് നിനക്ക് ഒടുക്കത്തെ വാണിംഗ്. ഇനി കളിച്ചാലുണ്ടല്ലോ തമിഴ്നാട്ടിൽ നിന്ന് വന്ന നിന്നെ ഇവിടെ അടക്കും, കേട്ടല്ലോ? ഒരു മരണ വീട്ടിലെ ശവത്തിന്റെ അടുത്ത് നിന്നാ ഞാനിത് പറയുന്നത്. ഇത് വെറും വാക്കല്ല. അവള് വെള്ളവും കൊണ്ട് വന്നേക്ക്. ഇങ്ങോട്ട് എടുക്കണി വെള്ളം. ശരി ബാലേട്ടാ, ഞാൻ ഇറങ്ങും. ബാലേട്ടാ, ഇതിപ്പോ നമ്മളെല്ലാരും ഈ കേസിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരുമോ? ഞാൻ ചോദിച്ചത് ബാലേട്ടൻ കേട്ടില്ലേ? അച്ഛനും പോയി അമ്മയും പോയി. ഇതിന് രണ്ടിനും കാരണക്കാരിയായത് നമ്മുടെ അനിയത്തി എന്ന് പറയുന്ന ആ പെണ്ണ. ഇനി നമ്മൾ ഇതിന്റെ പേരിൽ കയറി ഇറങ്ങേണ്ടി വരുമോന്ന്. എന്റെ പൊന്നു രവി, നീ ഒന്നും മിണ്ടാതിരിക്കും. പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നാൽ കയറണം, അത്ര തന്നെ. ഇതിപ്പോ സംഭവിച്ചു പോയില്ലേ, ഇനി ബാക്കി നമ്മൾ നോക്കണം. ബാലേട്ടൻ അങ്ങനെയൊക്കെ പറയാം. ചുമ്മാ കാര്യമില്ലാത്ത കാര്യത്തിന്. എടാ, കാര്യമില്ലാത്ത കാര്യോ? ആ ഉമ്മർത്ത് കിടത്തിയിരിക്കുന്നതേ നമ്മുടെ അമ്മയാ. എന്ന് വെച്ച് നമ്മുടെ അമ്മയെ കൊന്ന് നമ്മുടെ അനിയത്തിയാ. അപ്പൊ പിന്നെ അവള് കയറി ഇറങ്ങിയാ പോരെ സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ? അല്ലെങ്കിൽ അവളുടെ ഭർത്താവുണ്ടല്ലോ, അവൻ പോട്ടെ. എന്തായാലും ഭർത്താവിനെ കാണാനില്ല. അവൻ എങ്ങോട്ട് പോയെന്തോ? ബാലേട്ടന് വല്ല അറിവുണ്ടോ? അവന്റെ കാര്യം തിരക്കിക്കൊണ്ടിരിക്കുവാണോ ഞാൻ? അല്ല ബാല, കുട്ടിമണിയെ അമ്മയുടെ അരികെ കൊണ്ടൊന്ന് ഇരുത്തുമെന്ന് വേണ്ടേ? ഇയാളുടെ പണി നോക്കിപ്പോയി. കുട്ടിമണിയെ അമ്മയുടെ അടുത്ത് കൊണ്ടിരുത്താനായിട്ട് വന്നിരിക്കുന്നു. ഇതെന്താ രവി എന്നോട് ചാടിക്കളിക്കാൻ വരുന്നേ? നിങ്ങളെ അനിയത്തിയെ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് കൊണ്ടൊന്ന് ഇരുത്തണ്ടെന്ന് മാത്രമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. ഇപ്പൊ നിങ്ങൾ ചൂടായപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. എല്ലാവരും പറയുന്നത് പോലെ നിങ്ങളുടെ അമ്മയെ കൊന്നത് നിങ്ങളുടെ അനിയത്തി തന്നെയാ, അല്ലേ? എന്റെ പൊന്നു മാഷേ, ഇത്തിരി മനസമാധാനം താ മനുഷ്യന്. ഇതൊരു മരണവീടാണ്.
അതല്ലാതെ നിങ്ങളുടെ സിയേഴിപ്പണി നടത്താനും അഭിപ്രായങ്ങൾ പറയാനും ഒന്നുമുള്ള സ്ഥലമല്ലല്ലോ ഇത്. നമ്മളൊന്നും പറയുന്നില്ലേ, പെറ്റതള്ള ചത്ത് കിടന്നാലും യവന്മാർ അഹങ്കാരം ഒന്നും തീരത്തില്ല. ചുമ്മാതല്ല. ബാലേട്ടാ, എന്താടാ? അവൻ വന്നു. ചിലപ്പോ എല്ലാം അറിഞ്ഞിട്ടും അറിയാത്ത പോലെ ആയിരിക്കും അവന്റെ വരവ്. വാടാ. നിക്കണവിടെ. നീ ഇതെവിടേക്കാ? എന്തേട്ടാന്ന് ചോദ്യത്തിന് മറുപടി പറയടാ. നീ എവിടേക്കാ? ബാലേട്ടൻ എന്താ ഒന്നും അറിയാത്തതുപോലെ. ഞാനിങ്ങോട്ട്. ഇയാൾ ഇവിടേക്ക് വന്നത് എന്തിനാണെന്നാ ബാലേട്ടൻ ചോദിച്ചത്. അതിന് മറുപടി പറ. ബാലേട്ടൻ രവിയേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ അമ്മയെ കാണാനായിട്ട്. ആരുടെ അമ്മ? ഏത് വീട്ടിലെ അമ്മ? ഞങ്ങളുടെ അമ്മ. ഞങ്ങളുടെ അമ്മയുടെ കാര്യമാണോ നീ പറയുന്നത്? ബാലേട്ടാ, എനിക്ക് അമ്മയെ അവസാനമായിട്ടൊന്ന് കാണണം. അതിനാ ഞാൻ വന്നത്. ഞങ്ങളുടെ അമ്മയെ നീ എങ്ങനെ കാണണ്ട? അമ്മ ജീവിച്ചിരുന്നപ്പോഴും ഞങ്ങളുടെ മാത്രം സ്വന്തമാ, മരിച്ചപ്പോഴും ഞങ്ങളുടെ മാത്രമാ. നിനക്കെന്ത് ബന്ധോടാ ഞങ്ങളുടെ അമ്മയായിട്ട്? നിന്നെ പ്രസവിച്ചിട്ടൊന്നുമില്ലല്ലോ. ഓഹോ, ഈ അവസ്ഥയിലും ബാലേട്ടനുള്ളിലെ പകവച്ചുകൊണ്ട് സംസാരിക്കുകയാണല്ലേ. എന്നാ കേട്ടോ, എന്റെ ഭാര്യയുടെ അമ്മയാ അവിടെ മരിച്ച് കോടി പുതപ്പിച്ച് കിടത്തിയിരിക്കുന്നത്. കാണാനുള്ള അവകാശം എനിക്കുണ്ട്. ഭാര്യയുടെ അമ്മ മരിച്ചെന്നോ? എങ്ങനെയാ മരിച്ചെന്ന് അറിഞ്ഞില്ലടാ നീ? അറിഞ്ഞില്ലെന്ന്? രവിയേട്ടാ, അത് എന്തോന്ന് രവിയേട്ടനും ബാലേട്ടനും? അമ്മ മരിച്ചെങ്കിലേ കൊന്നത് അവളാ, നിന്റെ ഭാര്യ. എന്റെ ഭാര്യ നിങ്ങളുടെ അനിയത്തി കൂടല്ലേ? അങ്ങനെ ഒരു മഹാപാപം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിപ്പോയി. ഞങ്ങളുടെ അമ്മയെ കൊന്നവരുടെ ഭർത്താവല്ലേ നീ? അത് ഞങ്ങളുടെ അനിയത്തിയാണെങ്കിലും ആരാണെങ്കിലും ശരി, നിന്നെയൊന്നും ഈ വീടിന്റെ ഉമ്മർത്ത് കിട്ടുന്ന പരിപാടിയില്ല. ബാലേട്ടാ, എന്താ ഈ പറയുന്നത്? മറ്റുള്ളവർ കേട്ടാൽ. കുട്ടിമണി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവളോടൊന്ന് ചോദിക്കട്ടെ. അവളോട് ചോദിക്കാൻ നീ ആരാടാ? ജില്ലാ പോലീസ് സൂപ്രണ്ടോ? അവള് ചെയ്തടാ. അവള് ചെയ്തെന്നുള്ളതിന് ഈ വീട്ടിലുള്ള എല്ലാവരും സാക്ഷികളുവാ. പിന്നെ അത് നിന്നെ പ്രത്യേകിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? ബാലേട്ടാ പ്ലീസ്, ഞാൻ അപേക്ഷിക്കുകയാണ്. ഞാൻ അമ്മയെ ഒന്ന് കണ്ടോട്ടെ. കുട്ടുവിനെ കണ്ടൊന്ന് ചോദിച്ചോട്ടെ. കുട്ടു പെറ്റതള്ളെ കഴുത്ത് ഞെരിച്ച് കൊന്നവളെ ഓമന പേരിട്ട് വിളിക്കാനായിട്ട് ഒരുത്തിനിങ്ങ് ഓടിപ്പാഞ്ഞു വന്നിരിക്കുന്നു. അവളെ മുറിയിലിട്ട് പൂട്ടിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പം പോലീസിങ് വന്നോളും. അവളെ പോലീസിന് വിട്ടുകൊടുക്കണോ വേണ്ടയോന്ന് ഞാൻ തീരുമാനിക്കും. ആദ്യം അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞാനൊന്ന് അറിയട്ടെ. അപ്പം നീ രണ്ടും കൽപ്പിച്ചാണല്ലേ? എടാ, ഞങ്ങളെ പെറ്റു വളർത്തിയ അമ്മയാ അവിടെ ജീവനില്ലാതെ കിടക്കുന്നത്. അതിന്റെ മുന്നിൽ നിൽക്കുമ്പോ ബാലനും രവിക്കൊന്നും മുന്നും പിന്നും ഒന്നും നോക്കാനില്ല. മുകളിൽ ആകാശം, താഴെ ഭൂമി എന്ന മട്ടിൽ നിൽക്കുവാ ഞങ്ങൾ. മര്യാദയ്ക്ക് നീ തിരിച്ചു പോകാൻ നോക്ക്. നിനക്കിനി ഈ വീടുമായിട്ടൊരു ബന്ധമില്ല. ഞങ്ങളുടെ പെങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ നീ ഇവിടെ കേറിയാൻ വേണ്ട. അങ്ങനെ ഒന്നും തീർപ്പ് കൽപ്പിക്കാതെ ബാലേട്ടാ, കുട്ടിമണി ഈ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ അവളെ കാണും. അവളെയും കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ. നീ അവളെ കൊണ്ട് എവിടെ പോകാനാടാ? എവിടെ പോകാനാന്ന്? അവളെ കൊണ്ടുപോകാനായിട്ട് പോലീസും കൊണ്ടുവരും. ഞാൻ പറഞ്ഞല്ലോ, കുട്ടിമണി എന്നോട് പറയണം തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. എങ്കിൽ ഞാൻ വിശ്വസിക്കാം. ഞാനത് അവളോട് ചോദിക്കും. നിങ്ങൾ ആര് തടഞ്ഞാലും ഞാൻ വീട്ടിനകത്ത് കയറിപ്പോവും. അമ്മയും കാണും, കുട്ടിമണിയെയും കാണും. നീ കേറോടാ. എങ്കിലും ഒന്ന് എന്താ ഇത്? എന്താ ബാല ഇത്? ഇതൊരു മരണ വീടല്ലേ? ഇവിടുത്തെ മരുമകനല്ലേ ഇയാള്? കേറി പൊക്കോട്ടെ, അമ്മയൊന്ന് കാണട്ടെ. അവൻ അങ്ങനെ ഇപ്പൊ അമ്മയെ കാണണ്ട. അവൻ അമ്മയെ കാണാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ബാല, ശാരദാമ്മയെ കൊന്നു പറയുന്നത് നിങ്ങളുടെ അനിയത്തിയാ. അതിന് മനസ്സിന് എന്ത് പിഴച്ചു? ഇവനും പങ്ക് കാണും. ഇവനെ അവക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത്. പറഞ്ഞു കൊടുത്ത് ജയിച്ചു ഇവൻ തന്നെയാ. ആവശ്യമില്ലാത്തത് പറയല്ലേ? പറഞ്ഞത് കേട്ടല്ലോ. നിങ്ങളുടെ വീടിന്റെ മുറ്റമാണെന്ന് ഞാൻ നോക്കത്തില്ല. കേട്ടല്ലോ? നീ എന്ത് ചെയ്യൂടാ? നീ അടിക്കോ? എന്നാ പിന്നെ അതൊന്ന് കാണട്ടെ. വിടാനാ പറഞ്ഞേ? ബാല, രവി എന്താ ഇവിടെ? എന്താടോ, എന്താ പ്രശ്നം? സാറേ, എന്റെ പേര് മനസ്സിജൻ. ഞാൻ ഇവിടുത്തെ മരുമകനാ, കുട്ടിമണിയുടെ ഭർത്താവ്. ഞാൻ അമ്മയെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. പക്ഷെ കാണാൻ ഇവര് സമ്മതിക്കുന്നില്ല. ഞങ്ങളുടെ അമ്മയെ ഇവൻ കാണാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല സാറേ. ഞങ്ങളുടെ പെങ്ങള് ഞങ്ങളുടെ അമ്മയുടെ ജീവനെടുത്തിന്റെ ദണ്ണത്തിൽ നിൽക്കുക സാറേ. ഞങ്ങള് അന്നേരം പെങ്ങളെ കെട്ടിവനെന്നും അമ്മയുടെ മരുമോനെന്നും പറഞ്ഞ് വന്നേക്കുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ ബാല. കുട്ടിമണിയുടെ ഭർത്താവല്ലേ ഇയാള്? ഇയാൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ആ പെങ്കൊച്ചിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോഴും കസ്റ്റഡിയിൽ എടുക്കുമ്പോഴും ഒക്കെ ഇയാളുടെ പ്രസൻസ് ഇവിടെ വേണം. ചിലപ്പോൾ ഇയാളെ ചോദ്യം ചെയ്യേണ്ടിയും വരും. അതുകൊണ്ട് തൽക്കാലം ബാലന് രവി എതിർക്കണ്ട.
അത് തന്നെയാ സാറേ ഞങ്ങളും പറഞ്ഞത്. മരണ വീട്ടിൽ കിടന്ന് കുന്തും തള്ളും ഉണ്ടാക്കി വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കേണ്ടത്. ഇപ്പൊ തന്നെ നാരി കഷ്ടം. ഇയാളുടെ പേരെന്താന്നാ പറഞ്ഞത്? മനസ്സിജൻ. എന്ത് സാറേ, മനസ്സിജൻ. എന്നാ മനസ്സിജൻ ചെല്ല്. പിന്നെ ഭാര്യയെ കാണാനായിട്ട് അടുത്തോട്ട് പോണതൊക്കെ കൊള്ളാം. മുറിയിൽ നിന്ന് അവരെ ഇറക്കി വിടുകയൊന്നും ചെയ്യരുത്. അവര് രക്ഷപ്പെട്ട അവരെ പിടിച്ച് ഞങ്ങളുടെ കയ്യിൽ തരേണ്ട ബാധ്യത കൂടി മനസ്സിജനുണ്ടാവും. സാർ, ഞാൻ ആദ്യം അമ്മയും കുട്ടിമണിയും ഒന്ന് കണ്ടോട്ടെ. ചെല്ല്. അമ്മ മരിച്ചെടുക്കുമ്പോഴേ നീ കൂടെ കൊണ്ടു നടന്ന് കൊലപാതകം ചെയ്യാൻ വരെ പൊട്ടിക്ക് പ്രാക്ടീസ് കൊടുത്തല്ലേ? കുറച്ചു ദിവസം മുമ്പ് കുട്ടിമണി ശാരദയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ? അവൾ പോയി മോനെ. സിജ മോനെ, ശാരദ പോയടാ. ശാരദ ഇല്ല. എന്നാലും കുട്ടിമണി അത് ചെയ്തല്ലോടാ. അപ്പച്ചപ്പ, കുട്ടിമണി അവളാണോ ഇത്? എല്ലാരും പറയുന്നു അവളാണ്. ഇന്നലെ അവരമ്മയും മോളും ഒന്നിച്ചാ കിടന്നിരുന്നത്. അതിനു മുമ്പ് അവരമ്മയും മോളും അമ്പലത്തിലൊക്കെ പോയതാ. വളരെ സന്തോഷത്തിലായിരുന്നു ഇരുവരും. പക്ഷേ രാത്രിയിൽ കഴിഞ്ഞ ദിവസത്തെ പോലെ കുട്ടിമണി ഉണർന്നെന്നും ശാരദ ഒപ്പം കിടക്കുന്നത് കണ്ട് അവളുടെ കുഞ്ഞിനെ കൊല്ലാൻ വന്നതാണെന്ന് തെറ്റിദ്ധരിച്ച് ശാരദയുടെ കഴുത്ത് പിടിച്ച് ജയിച്ചു എന്നൊക്കെയാ കേൾക്കുന്നത്. ദൈവമേ, ഇതൊരു വല്ലാത്ത ചതിയായി പോയില്ലേ മോനെ? വല്ലാത്തൊരു ദുരന്തമായി പോയില്ലേ? ശാരദ പെങ്ങളിങ്ങനെ പോവെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയതാണോ? എന്നാലും കുട്ടു അവളത് ചെയ്യോ? അവക്കത് പറ്റുമോ? ഞാനും അത് തന്നെയാടാ മക്കളെ ആദ്യം ആലോചിച്ചത്. പക്ഷെ കുറച്ചു ദിവസം മുമ്പ് കുട്ടിമണി ശാരദയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ? അവക്ക് അവളുടെ കുഞ്ഞാണ് വലുത്. അവളുടെ കുഞ്ഞിന് വേണ്ടി അവൾ എന്തും ചെയ്യും. നീ ഒന്നും മിണ്ടാതിരിക്കുക സുഭദ്രേ. നീ കണ്ടോ കുട്ടിമണി ശാരദ പെങ്ങൾ ഉപദ്രവിക്കുന്നത്? എനിക്കൊന്നും അറിയത്തില്ലേ. എന്തെങ്കിലും അറിയണമെങ്കിൽ ഈ കിടക്കുന്ന ശാരദ തന്നെ എഴുന്നേറ്റ് വന്ന് പറയണം. അതിന് എന്റെ ശാരദയെ കൊണ്ട് പറ്റത്തില്ലല്ലോ എന്റെ ദൈവമേ. നീ അകത്തോട്ട് ചെല്ലു. മനസ്സിൽ അകത്തെ മുറിയിൽ എന്റെ കുട്ടിമണി. ആരും അവളെ പുറത്തോട്ട് ഇറക്കാൻ സമ്മതിച്ചിട്ടില്ല. ചെല്ല്. നിന്നെ കാണുമ്പോ അവൾ സത്യം പറയും. അപ്പച്ചപ്പ കരുതുന്നുണ്ടോ കുട്ടിമണിയാണ് അമ്മയെ കൊന്നതെന്ന്? എന്ന് ചോദിച്ച ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഒരൊറ്റ ചോദ്യം മാത്രം. അപ്പച്ചപ്പൻ പറ, അപ്പച്ചപ്പൻ അങ്ങനെ തോന്നുന്നുണ്ടോ കുട്ടിമണി അമ്മയെ കൊന്നതെന്ന്? സത്യമായിട്ടും മക്കളെ, എല്ലാരും അങ്ങനെ പറയുന്നത് കേട്ടപ്പോ എനിക്കും അങ്ങനെ തോന്നുന്നു. കാരണം അവളുടെ കുഞ്ഞുമണി എന്നും പറഞ്ഞു അവൾ ഇവിടെയുള്ള എല്ലാരെയും ശത്രുക്കളായല്ലേ കണ്ടിരുന്നത്. അവളുടെ കുഞ്ഞിനെ കൊല്ലുമെന്നും പറഞ്ഞു. ഒന്നും അറിയാൻ വയ്യാത്ത കുഞ്ഞല്ലേടാ അവള്. രാത്രിയിൽ അവൾക്ക് ആപത്തും വല്ലതും. ഇനി ഞാൻ ചോദിക്കാം അവളോട്, ഓ, നീ ഇടിച്ചു കയറി ഇങ്ങ് വന്നു അല്ലേ? മതി. എന്താ ഇവിടെ നടന്നത്? ഇവിടെ നടന്നതാ
ആ ഉമ്മറത്ത് നീണ്ടു നിവർന്ന് കിടക്കുന്നത്. ചെയ്തത് ആരാന്നറിയാമോ? നിന്റെ പ്രിയപ്പെട്ട ഭാര്യ. എന്തായാലും കൊള്ളാം. നീ കൂടെ കൊണ്ടു നടന്ന് കൊലപാതകം ചെയ്യാൻ വരെ പൊട്ടിക്ക് പ്രാക്ടീസ് കൊടുത്തല്ലേ? ഇല്ല, ഞാനത് വിശ്വസിക്കത്തില്ല മതി. കുട്ടിമണിയുടെ കയ്യിൽ നിന്നും ഇങ്ങനൊരു അബദ്ധം സംഭവിക്കത്തില്ല. അബദ്ധോ? പെറ്റ തള്ളെ കൊല്ലുന്നതാണോടാ അബദ്ധം? ആ പൊട്ടിക്ക് പിന്നെ എല്ലാ അബദ്ധമാണല്ലോ. കിണറിന്റെ അരമതിലിരുന്ന അച്ഛനെ കിണറ്റിലേക്ക് തള്ളിയിട്ട് കൊന്നവളാ അവള്. അത് അച്ഛനും മോളും കൂടെയുള്ള കുട്ടിക്കളിയായിരുന്നു. ഇത് അമ്മയും മോളും കൂടി പരസ്പരം തലയണ വെച്ച് മുഖം പൊത്തി കളിച്ചതായിരിക്കുമല്ലേ? ആരാണ് കൂടുതൽ നേരം ശ്വാസം പിടിച്ചു നിൽക്കുന്നതെന്ന് അല്ലേടാ? മതി മതി, ഇങ്ങനെ ഇല്ലാത്ത കാര്യം പറയരുത്. മതിയുടെ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ മതി നേരിൽ കണ്ട പോലെയാണെന്ന്. നേരിൽ കാണുന്നത് എന്തിനാടാ? കണ്ട കാര്യം മനസ്സിലാക്കാനായിട്ട് വളരെ അടുത്ത് നിന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണമെന്നൊന്നുമില്ല. വയലോരം വീട്ടിലെ ശാരദാമ്മയെ കൊന്നത് കുട്ടിമണി തന്നെയാ. അച്യുതക്കുറുപ്പിനെ കൊന്നതും ഇതേ കുട്ടിമണി തന്നെ.